നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാണ്? നമ്മളെ തന്നെ. നമുക്ക് ഈ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ വലിയ ആഗ്രഹമുള്ള കാര്യമാണ് അല്ലേ? നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യം തന്നെയാണത്. പക്ഷെ എന്ന് കരുതി നമ്മളെ മറന്ന് അമിതമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോയാൽ മനുഷ്യരാണ്, അവർ മനസ്സ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? അവർ മനസ്സ് മാറിയാൽ അവർക്ക് നമ്മുടെ സ്നേഹം കുറഞ്ഞാൽ നമുക്ക് സങ്കടത്തിനിടയാക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുക, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ പാഷൻ, നമുക്ക് എന്തിലെങ്കിലും താല്പര്യമില്ലാത്ത മനുഷ്യരുണ്ടോ അല്ലേ? എന്തിലെങ്കിലും താല്പര്യം കാണും. ആ താല്പര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ച് നമ്മുടെ വാല്യൂ നമ്മൾ ഉയർത്തിയാൽ നമുക്ക് വലിയ മനസ്സിൽ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ആരുടെയും പിറകെ നമ്മൾ ഇങ്ങനെ സ്നേഹം യാചിച്ച് പോകേണ്ട കാര്യം, അല്ലെങ്കിൽ സ്നേഹം യാചിച്ച് പോയാൽ കിട്ടുന്ന കാര്യമല്ല അല്ലേ? നമുക്കിപ്പോൾ അതിലോട്ട് സ്നേഹം തോന്നി നമ്മൾ സ്നേഹത്തോടെ ഇങ്ങനെ യാചിക്കും, ഒരു കാര്യമില്ല. അവർക്ക് അങ്ങോട്ട് സ്നേഹം തോന്നണമെന്നില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണത്. നമുക്കിങ്ങനെ നമ്മൾ വിചാരിക്കും അവർക്ക് വലിയ സ്നേഹമാണെന്നൊക്കെ. ഒരു സ്നേഹം ഇങ്ങോട്ട് കാണില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ വാല്യൂ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നില്ലേ, ഈ സെലിബ്രിറ്റിയുടെ പിന്നാലെയൊക്കെ പോയി ചില ഉദ്ഘാടന ഫംഗ്ഷനൊക്കെ വന്നാൽ ഇങ്ങനെ വാവിളിച്ചിരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ടല്ലേ? സത്യത്തിൽ സഹതാപം തോന്നും അവരോട്. ഇതൊക്കെ വാല്യൂ അറിയാത്തവരാണ് അവരുടെ പിന്നാലെയൊക്കെ പോകുന്നത് അല്ലേ? സ്വന്തം വാല്യൂ അറിയെങ്കിൽ നമ്മൾ ഒരാളുടെയും പിന്നാലെ ഇങ്ങനെ വാവിളിച്ച് നിൽക്കില്ല. ഇപ്പോഴേ കാണുന്നില്ലേ ആ ദിവ്യവനിയുടെ, അത് സത്യത്തിലൊരു കച്ചവട താല്പര്യമാണെന്ന് തോന്നുന്നു. കേൾക്കുമ്പോൾ തോന്നുന്നത് അത് അവിടെ നടന്നത് കോടികളുടെ കച്ചവടമാണ്. കുറേ കുട്ടികളൊക്കെ കൊണ്ട് അണിനിരത്തി അവരെ കയ്യിൽ നിന്ന് കുറേ ഫീയും വാങ്ങി ഡ്രസ്സിന് വേറെ പൈസ, അതിന് ഒരു കുട്ടിക്ക് ഏകദേശം 10,000 രൂപയോളം ചിലവായിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു കച്ചവടം താല്പര്യത്തോടെ തന്നെ നടന്നൊരു സംഭവമാണ്. അതിന് സംഘാടകർ ഓരോ പണം ഉണ്ടാക്കി നമ്മുടെ പാവപ്പെട്ട MLA ഹോസ്പിറ്റലായി അല്ലേ? ഇതൊക്കെ ഇവരുടെ പിന്നാലെ നടക്കുന്നുള്ള കുഴപ്പമാണ്. ആരാണ് ഇവരൊക്കെ? അതാദ്യം മനസ്സിലാക്കണം. ഇവരുടെ പിന്നാലെ നടന്നാൽ നമ്മുടെ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇവരുടെയൊക്കെ പിന്നാലെ നടന്നിട്ട് അല്ലേ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തോ ചെറിയ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്ന് നമ്മുടെ മൂല്യം കളഞ്ഞിട്ടാണ് ഇങ്ങനെ പണം മുടക്കിയിട്ട് ഇപ്പം ലഭിച്ചിട്ടൊരു കാര്യമില്ല. അവർക്കൊന്നും ആ ഡാൻസ് കളിച്ച കുട്ടികൾക്കൊന്നും ഇതിലെന്തെങ്കിലും പ്രാധാന്യം കിട്ടിയോ എന്നൊരു സംശയമാണ്. എപ്പോഴും ഫോക്കസ് ചെയ്തത് ദിവ്യവിനിയെ തന്നെയാണ്. അത് ശരിക്കും ഒരു കച്ചവടം തന്നെയാണ്. ആ കച്ചവടത്തിൽ കുറേ പാവങ്ങൾ പങ്കാളികളായി എന്നുള്ളതാണ് സത്യം അല്ലേ? ഇതാണ് നമ്മുടെ ഒന്നിൻ്റെയും പിറകെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ വാല്യൂ അറിയണമെങ്കിൽ നമ്മൾ ആരുടെയും പിന്നാലെ നടക്കില്ല, ഒന്നിൻ്റെയും പിന്നാലെ നടക്കില്ല. നമ്മുടെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മളെ സ്നേഹിക്കുക, അങ്ങനെ നമ്മുടെ വാല്യൂ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? നമ്മളെ നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക, സ്നേഹത്തിന് വേണ്ടി ആരുടെയും പിറകെ പോകാതിരിക്കുക, നമ്മുടെ മൂല്യം കണ്ടെത്തുക. അത് തന്നെയായിട്ട് പുതിയ വർഷത്തിലേക്കുള്ള നമ്മുടെ മനസ്സ് അല്ലേ? അങ്ങനെയായിരിക്കട്ടെ നമ്മുടെ മനസ്സായിരിക്കും. നമ്മളുടെ വാല്യൂ അറിയുക, നമ്മളെ കണ്ടെത്തുക അല്ലേ? ഓക്കെ.